പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴും ഇടുക്കി ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരോ ജീവനക്കാരോ ഇല്ല. ദിവസേന 500-ലധികം രോഗികൾ എത്തുന്ന ഇവിടെ കിടത്തി ചികിത്സയും മുടങ്ങിയിരിക്കുകയാണ്. തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും മികച്ച ആശുപത്രികളിലൊന്നാണ് ഉപ്പുതറ സർക്കാർ ആശുപത്രി. രോഗികൾക്ക് മികച്ച സേവനം നൽകാൻ കഠിനാധ്വാനം ചെയ്യുന്ന മെഡിക്കൽ ഓഫീസറും ജീവനക്കാരുമാണ് ഈ ആശുപത്രിയെ വ്യത്യസ്തമാക്കുന്നത്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരും ഇല്ലാത്തതാണ് ആശുപത്രിയുടെ പ്രവർത്തനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഒരു മെഡിക്കൽ ഓഫീസറെയും 2-3 ഡോക്ടർമാരെയും ഒക്കെ ഇപ്പം നിയമിച്ചിട്ടുണ്ട്. അവരുടെ പ്രവർത്തനം കാര്യക്ഷമമായിട്ട് ജനങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കൂടുതൽ ഡോക്ടർമാരെ ഏതാണ്ട് ഇവിടെ നിയമിക്കണം. 7ഓളം ഡോക്ടർമാരുടെ ഒഴിവുള്ള ഒരു PHC ആണിത്. 7 ഡോക്ടർമാർ വേണ്ടിടത്ത് നിലവിലുള്ളത് 4 പേർ മാത്രം. ഇതിൽ ഒരു ഡോക്ടർക്ക് സ്ഥലം മാറ്റ ഉത്തരവും ലഭിച്ചു കഴിഞ്ഞു. ഒരു 430, 500, 600 മേളിൽ വരെ OP നടക്കുന്ന ആശുപത്രിയാണ്. ഇവിടെ ജീവനക്കാർ വളരെ കുറവാണ്. ഡോക്ടർമാരുടെ എണ്ണവും വളരെ കുറവാണ്. ഉള്ള ഡോക്ടറെ ഇപ്പം ഈ നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഡോക്ടറെ ഇപ്പോൾ ഇവിടെ സ്ഥലം മാറ്റുന്നതായിട്ടാണ് ഇവിടെ അറിയാൻ സാധിച്ചേക്കുന്നത്. തോട്ടം മേഖലയിൽ നിന്നും കണ്ണമ്പടി, മേമാരി തുടങ്ങിയ ആദിവാസി ഉന്നതികളിൽ നിന്നും ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ ചികിത്സയ്ക്കായി ആശ്രയിക്കുന്നത് ഉപ്പുതറ സർക്കാർ ആശുപത്രിയെയാണ്. എന്നാൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തതിനാൽ ഇവർക്ക് യഥാസമയം ചികിത്സ നൽകാൻ കഴിയുന്നില്ല. പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണിവർ. അമൃത ന്യൂസ്, ഇടുക്കി.